ഇപ്പൊ അപ്ലഹിന് ലൈക്ക് ആസ് എ ഒരു എൻറ്റയർ ജേർണി ഉണ്ട്. ഒരു സ്റ്റുഡൻ്റ് ആയി പഠിച്ച് പാസ്സായി ആസ് എ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ആസ് എ ലൈക്ക് ഒരു സ്റ്റുഡൻറ്റ് കറന്റ് അസ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിച്ച ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് അഫ്ലഹിന് പേഴ്സണലി എന്താണ് അവരോട് പറയാനുള്ളത്? ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളെ കംഫർട്ട് സോണിൽ ഒരിക്കലും നിൽക്കരുത്. എപ്പോഴും നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരാൻ പറ്റും. അപ്പോഴേ നമ്മളുടെ ആ പ്രോപ്പറായി എക്സ്പോഷർ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ പൊട്ടൻഷ്യൽ പ്രോപ്പറായി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് തരണം. ഇപ്പോൾ ഞാനിവിടെ ഷൂട്ടിന് വന്നിരിക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് മേ ബി സ്റ്റേജ് ഫിയർ മുമ്പ് ഉണ്ടായിരിക്കാം, അത് മാറ്റണം. ലൈക്ക് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ എന്തിനു വേണ്ടിയും ബ്രേക്ക് ആവാൻ ലൈക്ക് താല്പര്യപ്പെടണം. എന്നാലേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. നോർമലായി ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്താണ് പ്രോപ്പറായി എല്ലാവരും ചെയ്യുന്ന കണക്ക് +2 വേണമെങ്കിൽ എന്താ വല്ല MBBSനോ ലൈക്ക് എഞ്ചിനീയറിങ്ങിനോ പോവാം, പ്രോപ്പറായ ഒരു ട്രഡീഷണൽ വേയിൽ പോവാം. അതിൽ നിന്ന് എന്താണ് നമ്മളിവിടെ നമ്മുടെ ഫാമിലിയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സ്പോഷർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നെ നമ്മളും ബാക്കിയുള്ള ആൾക്കാർ അപ്പോൾ നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക, പുറത്ത് വരിക, കുറച്ച് റിസ്ക് എടുക്കുക. കുറച്ചൊക്കെ റിസ്ക് എടുത്താൽ മാത്രമേ ലൈഫിൽ കുറച്ചൊക്കെ ത്രില്ല് അനുഭവിച്ചാൽ മാത്രമേ ലൈഫിൽ ഒരു സ്വീറ്റ് സക്സസ് ഉണ്ടാവുള്ളൂ. സോ വളരെ റെലവൻ്റ് ആയിട്ടൊരു പെർസ്പെക്റ്റീവ് ആണ്. വാട്ട് ഡു യു തിങ്ക് ലൈക്ക് വാട്ട് യു വാണ്ട് ടു സേ ടു ദീസ് കിഡ്സ്? ലൈക്ക് എന്താ പറയണ്ടേന്ന് വെച്ചാൽ ലൈക്ക് കലാം പറഞ്ഞേക്കുന്ന പോലെ ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോളിസി നമ്മുടെ ലൈഫിൽ. ഈ ഒരു കാര്യത്തിലല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും കൊണ്ടുവരേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. നമ്മളൊരു കാര്യം ഒന്നും നിസ്സാരമല്ല സാർ, ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഒന്നും നിസ്സാരമല്ല. എല്ലാത്തിൻ്റെയും പുറകിൽ എഫേർട്ട് ഉണ്ട്. ലൈക്ക് ഇപ്പൊ പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ ഒരു ലാംഗ്വേജ് അല്ലേ അത് പഠിച്ചു പോകുന്നതിന് ഇപ്പൊ എന്താണ്? അല്ല, ഇപ്പോ ഞാനൊരു A1 ബാച്ച് എടുക്കുന്നുണ്ട്. ലൈക്ക് അതിൽ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ, എനിക്ക് എന്നെക്കാട്ടിൽ മുതിർന്നവരാണ്. അവരൊക്കെ ഡിഗ്രി കഴിഞ്ഞ് വന്നതാണ്. 25-26 ഒക്കെ ഉള്ളവരാണ്. ഇവർ വന്നിരുന്നപ്പോ ഇവരുടെ മുഖത്തൊരു ലാഘവം ഉണ്ടായിരുന്നു. ലൈക്ക് ലാംഗ്വേജ് അല്ലേ. ഇപ്പോ ഭയങ്കര ടെൻഷനാണ്. ഞാൻ ചോദിക്കാം എന്താടാ പറ്റിയ, മനസ്സിലായോ ഡിഫിക്കൽട്ട് ആണെന്ന്? പറയാണ് മിസ്സേ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എന്തോരം ഉണ്ടെന്ന്. അപ്പൊ ഒന്നും സിമ്പിൾ ആയിട്ട് നടക്കുന്നതല്ല. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ടെൻഷൻ അടിച്ചോ, ടെൻഷൻ അടിക്കട്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല, ടെൻഷൻ അടിച്ചോ, കുറച്ച് ടെൻഷൻ ആയിക്കോ, കുറച്ചൊരു പേടി വേണം, പഠിക്കണം. നിങ്ങൾ കുറെ എന്താ പറയാ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കാം. ഒരു വിഷൻ ബോർഡ് ദൂരേക്ക് ഇങ്ങനെ ഒരിത് വേണം. ഓക്കെ, ഞാൻ എത്തണം, എനിക്ക് എത്താൻ പറ്റണം. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ നിസ്സാരമായിട്ട് ചുമ്മാ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന് ഇത്രയും പഠിച്ചാൽ മതിയോ, ഇത്രേ ഉള്ളൂ, ഇങ്ങനല്ല. ടെൻഷൻ ആയിരിക്കണം, അയ്യോ ഇതേ ഉള്ളൂ, ഇനിയും പഠിക്കണ്ടേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരണം. അതെ, ഇത് പോരാ. A1-ലുള്ളൊരു കുട്ടി ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ദൂരേക്ക് നോക്കാം. A1 ഇത്രയും മതിയല്ലോ, അല്ല ഇനിയുണ്ട്. A2 ഉണ്ട് അവന്റെ മുന്നിൽ, B1 ഉണ്ട്, B2 ഉണ്ട്. ഇത് ഓരോന്നും ഞാൻ പഠിക്കാനുള്ളതാണ്. ഇവിടെ കൊണ്ട് എന്റെ നോളജ് ലിമിറ്റഡ് ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള ഒരു ലാംഗ്വേജ് നോക്കിയാൽ B2 ഇത്ര ഉണ്ടോന്ന് തന്നെ ഡൗട്ടാണ്. അത്രയും പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അതെ, A1-ൽ ഒരു 2 ക്ലാസ് പഠിച്ചിട്ട് ഇത് ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിനോട് എന്ത് പറയാനാണ്? അങ്ങനെ അല്ല, കുറച്ചുകൂടെ എന്താ പറയാ കത്തണം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ വരണം, ഇത് അച്ചീവ് ചെയ്യണം. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേടും എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ് വേണം. ഇറങ്ങി ഓക്കെ, ഇനി ഇത് പറഞ്ഞ നനഞ്ഞു ഇനി കുളിച്ച് കയറാന്ന് പറയുന്ന പോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഞാനിത് അച്ചീവ് ചെയ്തിട്ടേ പോത്തുള്ളൂ. ശരിക്കും നല്ല പാഷനേറ്റ് ആയിട്ട് തന്നെ വരിക. ചിലപ്പോൾ നിങ്ങളെ മറ്റൊരാൾ കമ്പൽ ചെയ്തായിരിക്കും ഇവിടെ കൊണ്ടിടുന്നത്, ആയിക്കോട്ടെ, പക്ഷെ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇൻക്ലൂഡിങ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ വന്നൊരു മൊമെന്റ് ഒത്തിരി സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ, ജർമ്മനിയിൽ ഞാൻ പോവാണ്, മൈൻഡിലേ അതെ. ഞാനവിടെ ചിന്തിക്കുന്ന ഓക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷം, ഇത് മാത്രമേ ഞാൻ ചിന്തിക്കുന്ന ഓക്കെ എനിക്കിനി പഠിക്കാൻ പറ്റും, അത്രയും ഞാനവിടെ ചിന്തിച്ചുള്ളൂ. ലൈക്ക് വേറൊരു ക്യൂരിയോസിറ്റി എനിക്ക് വരുന്നില്ല. ഞാൻ അതെന്റെ സ്റ്റുഡൻസിനോട് പഠിക്കും, അയ്യോ അതെന്താ മിസ്സിനൊരു ഇതില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ, ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടു, എന്നെ പഠിക്കാൻ വിട്ടു, പഠിച്ചു, മാക്സിമം എഫേർട്ട് ഇട്ടു, ഞാനത് ചെയ്തു. അപ്പോൾ സക്സസ് എന്നെ തേടി ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഞാൻ ഇതൊക്കെ സിമ്പിൾ അല്ലേ എപ്പോൾ ഇതാക്കും എന്ന് പറഞ്ഞു വന്നതല്ല. പറ്റും, എന്നെങ്കിലും കിട്ടുമായിരിക്കും, ഓക്കെ, പക്ഷെ ഞാൻ അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു, നിർത്തിയില്ല. ലൈക്ക് ഒരു സാധനം ഒരിക്കലും എഴുതിയിട്ട് ഞാൻ ഒരിക്കലും അടച്ചു വെച്ചിട്ടില്ല, കണ്ടിന്യൂസ്ലി എഴുതി. റൈറ്റിംഗ്സ് ഒക്കെ എത്ര എഴുതിന്ന് എനിക്ക് കൈയും കണക്കില്ല, അതുപോലെ എഴുതിയിട്ടുണ്ട്. വേർഡ് ലിമിറ്റ് ഒക്കെ 150 വേർഡ്സ് എഴുതിയാൽ മതി ഗോയിത്തയില് എക്സാമിന്. എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോ അത് റൈറ്റിങ്ങിന് 500,000 വേർഡ്സ് ഒക്കെ അടുപ്പിച്ച് എസ്സേസ് ഒക്കെ എഴുതാൻ തുടങ്ങി. അതെ, എഴുതിക്കൊണ്ടിരിക്കുക. എഴുതാൻ തുടങ്ങി കഴിയുമ്പോൾ നിർത്തത്തില്ല. ഭയങ്കര ഇഷ്ടമാണ്. എത്ര ബുക്ക് എഴുതി കളഞ്ഞെന്ന പോലെ എനിക്കൊരു ഓർമ്മയില്ല. അതുപോലെ എഴുതി അത്ര ഹാർഡ് വർക്ക് ഇട്ടോണ്ടാണ് എനിക്ക് 92 മാർക്ക് ഉണ്ടായിരുന്നു റൈറ്റിങ്ങിന്. അപ്പോൾ 100-ൽ 92 ഓക്കെ, ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷം. ബാക്കി 8 മാർക്ക് അവിടെ പോയി എന്നുള്ളൊരു വിഷമം തോന്നിയത്. കാരണം അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തോന്നി എന്റെ റൈറ്റിങ്ങിന്റെ മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞ അത്ര വർക്ക് ചെയ്തോണ്ടാണ്, വെറുതെ ഇരുന്നിട്ടല്ലേ എനിക്കത് കിട്ടിയത്. എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷനായിരുന്നു, എനിക്കിത് വേണം. ഞാൻ പറഞ്ഞല്ലോ, നീറ്റിന് പോയപ്പോഴേ ഒരു
ടെൻഷനും വിഷമമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആവണം, അച്ചീവ് ചെയ്യണം. ഇവിടെ വന്നപ്പോഴും ആ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ചുറ്റും നിൽക്കാം. അതെ, ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാണ്. പക്ഷെ ആ പറഞ്ഞവര് തന്നെ ഇപ്പൊ പോകുന്നു എന്നൊരു സ്റ്റേജ് വന്നപ്പോഴത്തേനും പോവാറായല്ലേ, ഓക്കെ പോകുന്നതൊക്കെ റെഡി ആയല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇനി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും അവര് എന്ന് നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫീല് വരും. ഇപ്പോ എന്റെ നെയ്ബേഴ്സ് ആണെങ്കിലും ഇതിനെക്കുറിച്ച് തിരക്കി വരാറുണ്ട്. ഇത് പഠിച്ചാൽ എങ്ങനെയാണ്, ഇൻക്ലൂഡിങ് എന്റെ ഫ്രണ്ട്സ്, ഈ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാൻ. അവരൊക്കെ നഴ്സിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്, 3rd 4th ഇയർ ഒക്കെ ആയി. അവരൊക്കെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി ഇനി അവര് ലാംഗ്വേജ് പഠിക്കണം. ആ ഒരു ടൈം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി 3 ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവര് 4th എൻ്റർ ആവാൻ പോകുന്നുള്ളൂ. അപ്പോഴത്തെ ഞാൻ അവിടെ 1st ഇയർ ചെയ്യാൻ തുടങ്ങും. അവര് ലാംഗ്വേജ് പഠിച്ചെത്തുമ്പോഴത്തെ 1-2 ഇയേഴ്സ് ഒക്കെ ആവും. അതെ, 1 or 2 ഇയേഴ്സ് വേണം. അപ്പോഴത്തേനും ഞാൻ കഴിഞ്ഞിറങ്ങുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് നോക്കിയാലും മണി ആയാലും ടൈം ആയാലും എനിക്കാണ് സേവ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരു ടൈം ആയപ്പോ എന്റെ മൈൻഡിനെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇങ്ങനെ ചിന്തിക്കുക, ലോസ് മാത്രം ചിന്തിക്കാതെ ഇതിന്റെ ബെറ്റർ സൈഡൂടെ ചിന്തിക്കുക. കോയിൻ ആകുമ്പോൾ 2 sides ഉണ്ട്, 2 സൈഡ് നോക്കണം. ഇവിടെ ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ പോസിറ്റീവ് എനിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ അവരൊക്കെ പൂനെയില്, ബാംഗ്ലൂർ, അവിടെ ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിന്ന് ഇത്ര ലക്ഷമൊക്കെ പൊട്ടിച്ച് പഠിച്ചപ്പോൾ അതിന്റെ ഒരു പാതി പൈസ മാത്രം മുടക്കി പ്രോസസ്സിങ് ചെയ്ത് ഇനി എന്റെ 21ാമത്തെ വയസ്സിൽ 1.5 ലക്ഷത്തോളം സ്റ്റൈഫൻഡ് മേടിച്ച് ഞാൻ പഠിക്കാൻ പോവാണ്. അത് ഞാനിപ്പം പ്രൗഡായിട്ട് തന്നെ പറയും. മേ ബി ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്റെ ഇങ്ങനെ വരുന്ന വീഡിയോസ് ഒക്കെ വെച്ചിട്ടോ നീ വലിയ സ്റ്റാറായി, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഓക്കെ, നിനക്ക് ഇത്രയും പറഞ്ഞു, നീ ജർമ്മനിൽ എങ്ങനെ ഇത് പറയുന്നേ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ കഴിഞ്ഞ ദിവസം എന്റെ റൂംമേറ്റ് എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാ ജർമ്മനിയിൽ പറയുന്നേ, ജർമ്മൻ എങ്ങനെയാ. ആക്ച്വലി ആള് CA ചെയ്യാണ്. എന്റെ അടുത്ത് ചോദിച്ചു ജർമ്മൻ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ്. ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. കാരണം അത് ഹാർഡ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കുറെ പേര് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്, കുറെ പേര് ഈസി ആണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. റിയാലിറ്റി മനസ്സിലാക്കാന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആസ് എ സ്റ്റുഡന്റ്, ആസ് എ പേരന്റ്, ഇപ്പൊ ഇത്രയും സമയം ഞങ്ങളെ കേട്ടതിന് താങ്ക്സ്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പെർസ്പെക്റ്റീവ് ഈസ് വെരി സിമ്പിൾ. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ അഫ്ലഹ് പറഞ്ഞൊരു പെർസ്പെക്റ്റീവാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ഇതിനുവേണ്ടി മെനക്കെടുകയും ചെയ്യരുത്. ഇഷ്ടപ്പെട്ടൊരു കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു മെത്തഡോളജി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. 2, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മനി ഒരു സ്വപ്നമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കയറ്റരുത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള, അതായത് നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ സോ കോൾഡ് കണ്ടംപററി ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസും നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നതായിരിക്കും. നിങ്ങൾ വിസ കിട്ടി ജർമ്മനിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന മൊമെൻറ്റ് വരെ ഓരോ പ്രോസസ്സിലും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ്സ് പറയുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്, ഓക്കെ നിങ്ങളെ ജർമ്മൻ മോശമാണ് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് മോശമാണെന്ന് ഉപദേശിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കുക, ജർമ്മനിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടോന്ന് അറിയാമെന്ന് ചോദിക്കുക. അതുപോലെ അറിയാത്തവരായിരിക്കും നമ്മൾ ഉപദേശിക്കുന്നത്. 2, ആദിത്യൻ്റെ ഒരു എക്സാമ്പിൾ കേട്ടില്ലേ, നിങ്ങൾക്ക് ലൈഫിൽ ആരും ഒന്നും വെറുതെ കൊണ്ടുതരില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ആദിത്യ പറഞ്ഞു, ഇപ്പൊ കലാം സാർ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് യു ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ. അതായത് ഹൗസ് ബിൽഡിംഗ് എന്ന പ്രോഗ്രാമിന്റെ ആ ഒരു ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രീം സെറ്റ് ഓഫ് കാര്യങ്ങൾ മാത്രം കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലൈഫിൽ ആരാണ് ഒരാൾക്ക് വെറുതെ ഒരു കാര്യം കൊണ്ടുത്തരിക? അങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്താണ് സന്തോഷമുള്ളത്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഈ ലോകത്തുള്ള എല്ലാവരും ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നുണ്ടാവില്ല. അപ്പം റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട, കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ലോജിക്കലായിട്ട് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സെൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും, നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടെങ്കിലും 60 മാർക്ക് ഉണ്ടെങ്കിലും 90% മാർക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഡെഫിനറ്റ് ആയിട്ട് പ്രോഗ്രാം പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ജീവിക്കുന്ന 2 എക്സാമ്പിൾസ് ആണ്. ഐ കനോട്ട് യൂസ് ദാറ്റ് വേർഡ്, ബട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന 2 എക്സാമ്പിൾസ് ആണ്. അതായത് ഇവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 മൊഡ്യൂൾ പാസ്സായി, സിൽവർ പ്ലേറ്ററിൽ എല്ലാ കാര്യങ്ങളും കിട്ടിയവരൊന്നുമല്ല, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ വാട്ടെവർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ എടുക്കുക. റിയലിസ്റ്റിക്കലി വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എഡ്യൂഫെയറിലേക്ക് കടന്നു വരിക. മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നതിനേക്കാളും സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രോസസ് ഡ്രിവൺ ആയിട്ടുമാണ് നമ്മൾ ഈ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ അഫ്ലഹിൻ്റെ ആദിത്യയുടെയൊക്കെ ക്ലാസ്സിൽ പോയാലും മനസ്സിലാകും, അവർക്ക് പഠിച്ച സമയത്ത് ഉണ്ടായ മിസ്റ്റേക്സും പ്രശ്നങ്ങളും ഈ കുട്ടികൾക്ക് ഉണ്ടാവരുതെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കിവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കും, ആക്ഷൻ എടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആദിത്യ, താങ്ക് യു അഫ്ലഹ്. EduFlair, education driven by passion.